ഹായ് ഓൾ. ഈ കഴിഞ്ഞ 14-ാം തീയതി മുതൽ 1 ലിറ്റർ പാലിന് 2 രൂപയാണ് അമൂല് കൂട്ടിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന 20-ാം തീയതി മുതൽ ഏകദേശം 4 രൂപ കൂട്ടുമെന്നാണ് മിൽമയുടെ അനൗൺസ്മെന്റ്. അപ്പോൾ നമുക്കറിയാം സ്ട്രൈറ്റ് ഓർ ഹോർമോസ് ത്രൂ അല്ല നമ്മുടെ നാട്ടിലേക്കുള്ള പാല് വരുന്നത്, എങ്കിൽ പോലും ഈ ഒരു സെനാരിയോയിൽ ഏകദേശം ഇത്രയും വലിയൊരു ഹൈക്ക് ഉണ്ടായിരിക്കുവാണ് പാലിൻ്റെ വിലയിൽ. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പശുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ലംപി സ്കിൻ ഡിസീസാണ്. അപ്പോൾ അങ്ങനെ ധാരാളം പശുക്കൾ ചത്തുപോവുകയും ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ലാത്തത് ഒരു റീസണാണ്. രണ്ടാമതായിട്ട് പറയുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാക്കേജിങ്, പ്ലാസ്റ്റിക് പാക്കേജിങ്ങിൽ, പ്ലാസ്റ്റിക് പ്രൊഡക്ഷനിൽ നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ ധാരാളം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഷോർട്ടേജ് ഇതിൻ്റെ ഒരു റീസണാണ്. അതുപോലെ തന്നെ പാലിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അത് കൂടുതലും കോൾഡ് ഫ്രീസേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കൂടുതൽ എനർജി വേണ്ടി വരുന്ന ഒരു ഫാക്ടറാണത്. അപ്പം നമ്മളുടെ ഓവറോൾ എനർജി സപ്ലൈയിൽ ഉണ്ടായിരിക്കുന്ന ഷോർട്ടേജ് ഇതിൻ്റെ ഒരു റീസണാണ്. മൂന്നാമത്തെ റീസൺ കാറ്റിൽ ഫീഡ്സിൻ്റെ ഷോർട്ടേജാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ക്ലൈമറ്റിൽ വന്നിരിക്കുന്ന ചേഞ്ചസ്, അതായത് ചൂട് കൂടുന്നതും മഴ ഡിലേ ആവുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റിൽ ഫീഡ്സിൻ്റെ ഷോർട്ടേജ് കൊണ്ട് തന്നെ മിൽക്ക് പ്രൊഡക്ഷനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓവറോൾ സെനാരിയോ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് സാധാരണക്കാർക്കിടയിലേക്ക്, അതായത് സാധാരണക്കാരുടെ വീടിൻ്റെ അടുക്കളയിലേക്ക് വരെ നമ്മളുടെ ഒരു പ്രൈസ് ഹൈക്കിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഗോൾഡിൻ്റെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള യാത്രകളും ഒഴിവാക്കാൻ പറഞ്ഞതും ഇതും എല്ലാം ഒരു കണക്റ്റഡ് റീസൺസ് ആണ്. അപ്പം എല്ലാവരും അതിനനുസരിച്ച് തന്നെ പ്രോപ്പറായിട്ട് ഫിനാൻസ് മാനേജ്